ഇപ്പം നമ്മളൊരു സർക്കിളിൽ പോകാമെന്ന് ഓർത്തോ, അവിടെ എല്ലാവരും തരപ്രായക്കാരാണെന്ന് ഓർത്തോ, ചുറ്റും നിൽക്കുന്ന എല്ലാവരും തരപ്രായക്കാരാണ്. ആദ്യമായിട്ട് നീ ആ സർക്കിളിൽ പോകുമ്പോൾ നീ ഫസ്റ്റ് തന്നെ അതിനടാ മൈരെ എന്ന് തോളത്ത് കേട്ട് ചോദിക്കത്തില്ല അല്ലേ. ആദ്യം നമ്മൾ അവിടെ നിൽക്കുന്നു, കുറച്ച് നേരം വർത്തമാനം പറയുന്നു, അവരുമായിട്ടൊന്ന് കമ്പനി ആവുന്നു, എന്നിട്ട് ആ ഒരു ടേംസിൽ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഇനി വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൗണ്ടർ അടിക്കാം. അവനത് ഒഫൻഡഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നത്തില്ല, ബിക്കോസ് വി ഹാവ് ഗോട്ട് ടു ദാറ്റ് ലെവൽ. അതായത് ആ ഒരു അവിടുത്തെ ഒരു വൈബ് റെസ്പെക്റ്റ് അവൻ ഏൺ ചെയ്തു. അതിന് ശേഷം അവൻ രണ്ട് തെറി പറഞ്ഞാലും സീനില്ല. പക്ഷെ അതേ സമയം ഈ ഒരു സംഭവം എന്താ പറഞ്ഞാൽ ആ റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നതിന് മുമ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്കതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ സിറ്റുവേഷനും ഈ അനിൽ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു സിറ്റുവേഷനും തമ്മിൽ എനിക്കത് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം പുള്ളി അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പുള്ളിയുടെ ചിലപ്പോൾ ആ ഒരു ലെവലിൽ എത്തിക്കാതെയാണ് പുള്ളി ആ ഒരു ഫ്രീഡം കാണിച്ചത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ചെന്നിട്ട് ആദ്യമേ കയറി ചെല്ലുമ്പം എന്തോടാന്ന് പറഞ്ഞ് ചുമ്മാ തോളെ കേട്ട് കഴിഞ്ഞാൽ ഇവനാരാ നീ ഏതാടാന്ന് ഇങ്ങനെ നോക്കും, മനസ്സിലായോ? പക്ഷെ നേരെ മറിച്ച് അവരുടെ കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് കമ്പനിയായി പോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഷോയിൽ അങ്ങനെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ. അത് മാത്രമല്ല, റോട്ടറി ക്ലബിന്റെ സദസ്സിലുണ്ടല്ലോ, ഇപ്പോൾ ഒരു ആ ഒരു സദസ്സിലും 200 പേരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 100 പേര് ഇയാളെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. മറ്റേ 100 പേര് ഇയാളെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. അപ്പൊ ഈ 100 പേരുടെ ഒരു ബഹുമാനം അയാൾക്ക് ഉണ്ട്. പക്ഷെ മറ്റേ 100 പേരുടെ പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമല്ലേ? അറ്റ് ദ സെയിം ടൈം ഈ സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി ആയ ആൾക്കാർ ആക്ച്വലി സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ, ലൈക്ക് റിയൽ സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സപ്പോർട്ട് ആയിരിക്കത്തില്ല പുറത്തൊരു പബ്ലിക്കിൽ ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ അവൻ്റെ ഓഡിയൻസിനകത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഈസ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ആക്ച്വലി ഫോളോ ഹിം, ഹു നോ ഹിം. നമ്മളവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ലൈക്ക് ഹിസ് കണ്ടന്റ്, റൈറ്റ്? ആ സെയിം കോൺഫിഡൻസ് സോഷ്യൽ മീഡിയ കാണിക്കുന്ന സെയിം കോൺഫിഡൻസ് അല്ലെങ്കിൽ സെയിം ഫ്രീഡം റിയൽ ലൈഫിലേക്ക് വന്നെടുക്കുമ്പോൾ ദർ ഈസ് പീപ്പിൾ ഹു ആക്ച്വലി നോട്ട് ഫോളോയിങ് ഹിം, അല്ലെങ്കിൽ അവൻ അറിയാത്ത ആൾക്കാർ. സോഷ്യൽ മീഡിയയിൽ അവൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമേ അൽഗോരിതം ആ വീഡിയോ എത്തിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് ഇയാൾ ഈ സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇയാൾ വന്നിട്ട് പറയുവാണ്, സുഹൃത്തുക്കളെ നമസ്കാരം, എൻ്റെ പേര് അനിൽ ബാലകൃഷ്ണൻ, നിങ്ങൾ എത്ര പേര് എന്നെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട്? ഒന്ന് കൈവെക്കാമോ? ഓക്കെ, മറ്റു പലർക്കും എന്നെ അറിയില്ലായിരിക്കും. ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ വർത്തമാനം പറയുമ്പോൾ പലപ്പോഴും അസഭ്യമായ ചില വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത് നിങ്ങളെ പേഴ്സണലായിട്ടല്ല, ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് സ്ട്രോങ്ലി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അതിൽ നിങ്ങൾ ഒഫൻഡഡ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അതിൽ നിങ്ങൾ ഒഫൻഡഡ് ആവരുത്, നിങ്ങൾ അത് അതിൻ്റെ റൈറ്റ് സെൻസിൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രതീക്ഷിക്കാമോ? ഒന്ന് കൈപൊക്കിക്കേ. അവിടെ അയാൾ കരീസ്മയോടുകൂടി ക്യാപ്ചർ ചെയ്തു അവരെ. പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് അല്ലേ. ഇനി ഞാൻ വേണമെങ്കിൽ എൻ്റെ ഭാഷയിൽ വ്യത്യാസം വരുത്താം, പക്ഷേ എൻ്റെ മെസ്സേജിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറച്ച് കുറയും. നിങ്ങൾക്ക് ഞാൻ അസഭ്യമൊന്നും ഉപയോഗിക്കരുത്, അതൊന്നും താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ എന്നും കൂടി ഒന്ന് ചോദിക്കാം. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാന്നല്ല, ഈ ഒരു രീതിയിലേക്ക് പോകത്തില്ലായിരുന്നു ചിലപ്പോൾ. ആ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തതും അത് ക്ലോസ് ചെയ്തതും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഈ എന്താ പറയുക, ടോക്കിലേക്ക് വരുമ്പോൾ ലൈക്ക് ഇപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു കഴിയുമ്പോൾ അത് ആ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി പുള്ളി പറയുന്ന പോലെ ആയിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മനഃപൂർവ്വം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഇതാണ് ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്, അപ്പൊ ഇതൊക്കെ ഞാൻ എന്തായാലും ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ സിനിമകൾക്ക് നമ്മൾ A സെൻസർ, U സെൻസർ, അങ്ങനെ പല A സെൻസർ, U സെൻസർ, എനിക്കല്ല അഡൽട്ട് അങ്ങനെ പല സെൻസറിങ് കൊടുക്കില്ലേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പിള്ളേർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒരു മറ്റേ സെൻസറിങ് ആണ് 18+, ഒത്തിരി ഗ്രാഫിക്സ് ഉണ്ട്, ഒത്തിരി ആൾക്കാരെ കൊല്ലുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടാത്ത കണ്ടന്റ് അവർ കൺസ്യൂം ചെയ്യുന്നില്ല, അവരോ റൈറ്റ്. അതേപോലെ തന്നെയല്ല ഇപ്പോൾ നമ്മളൊരു പരിപാടി നടത്തുമ്പോഴും
അതൊരു പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അതൊരു നല്ല കമ്പാരിസൺ. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനം, എല്ലാ ടൈപ്പ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനം. സോ വി നീഡ് ടു ഹാവ് പ്രോപ്പർ ഡിസ്ക്ലെയിമർ, റൈറ്റ്? ഇയാളെ ഒരു സ്ഥലത്തിലേക്ക് വിളിക്കുമ്പോൾ അയാളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും അയാൾ പ്രസന്റ് ചെയ്യുക. അവിടെ ഓൾറെഡി ദർ ഈസ് എ ഡിസ്ക്ലെയിമർ ദാറ്റ് ഹി ഈസ് കമ്മിങ് ഫോർ ദ പരിപാടി. സോ അവനായിട്ട് അവിടെ നിൽക്കുന്നു. ഇനി വേറെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ താഴെ നിന്ന ഒരു ഓഡിയൻസ് അവിടെ എണീറ്റ് നിന്ന് ഇവൻ തെണ്ടികളാണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ അത്രയും വൈഡായിട്ട് റിയാക്ട് ചെയ്യുന്ന മൊമെന്റിലാണ് ഇങ്ങനെ തെണ്ടികളാണോ നിങ്ങളെന്ന് ചോദിക്കുന്നത് ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് അവൻ റിയലൈസ് ചെയ്യുന്നെങ്കിലോ. ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഭാഷകളും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരേ സ്പീഷീസ് ആണെങ്കിലും നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരേ ഭാഷയല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന പല രീതിയിലുള്ള ഭാഷകൾ, പല ഫ്രീഡത്തിലുള്ള ഭാഷകൾ, നമ്മുടെ സ്ഥലവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് അറിയാൻ പാടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇയാള് ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അനിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഡിഫെൻസീവായി അവിടെ. അനിൽ വിചാരിച്ചു അത് നോർമലാണ്. എക്സാക്ട്ലി, അത് ഞാൻ മനസ്സിലായി. ഇയാള് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ അനിൽ അവിടെ ഒയ്യോ ചേട്ടാ സോറി ഞാൻ അതല്ല ഉദ്ദേശിച്ചല്ല. ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ജോലിയിൽ. അപ്പം നമ്മൾ ഓബിയസ്ലി ബ്രാംപ്ടണിലാണല്ലോ നിൽക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ പഞ്ചാബീസ് ആയിരിക്കും. അപ്പം ഇതേപോലെ ഒരു ഓൾമോസ്റ്റ് അറൗണ്ട് 50 to 60 years ഓൾഡുള്ള ഒരു ലേഡി വന്നു. അപ്പം ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു മീ ഇൻ പഞ്ചാബി. അപ്പം ഐ പൊളൈറ്റ്ലി ടോൾഡ് മാം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പഞ്ചാബി, ഇഫ് യു നോ ഇംഗ്ലീഷ് ലെറ്റ്സ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയായിരുന്നു. ഇവരെന്നെ നോക്കിയിട്ട് യു ആർ ലിവിങ് ഇൻ ബ്രാംപ്ടൺ, യു ഷുഡ് നോ പഞ്ചാബി. വേറൊരു ടോണിൽ ഇവരെൻ്റെ അടുത്ത് ഇങ്ങനെ, എന്നിട്ട് ഇവരങ്ങ് നടന്നുപോയി. അപ്പം എനിക്കത് അവരുടെ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരത് നോർമലായിട്ട് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എക്സ്ക്യൂസ് മീ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് സോ യു ആർ ടെല്ലിങ് മീ ഇഫ് ഐ ആം ലിവിങ് ഇൻ എ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ലൈക്ക് കാനഡ ഐ ഷുഡ് നോ is it compulsory for me to know your language? അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഡു യു നോ മലയാളം, തമിഴ് or any other language? No. So we are coming from the same country and you are telling me that I should know Punjabi whereas you don't know any of the other languages spoken in that country. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ട്രേറ്റ് ഫോർവേഡ് നിങ്ങളുടെ ഭാഷ ഞാൻ എന്തിനു പഠിക്കണം? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ കാനഡയിൽ വന്നത് ഇതൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യമാണ്, മനസ്സിലായോ? ഇത് ഇന്ത്യയോ ജർമ്മനിയോ യൂറോപ്പോ അല്ല. ഇത് കാനഡ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഇവിടെ ആൾക്കാർ വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ എനിക്ക് പഞ്ചാബി അറിയേണ്ട ആവശ്യം എനിക്കില്ല. അത് എൻ്റെ ഫ്രീഡമാണ്. എനിക്ക് വേണമെങ്കിൽ അറിയാം, വേണ്ടെങ്കിൽ അറിയണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഫെൻസീവായിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് ഹീറ്റപ്പ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പക്ഷേ സെയിം ടൈം ആസ് എ കസ്റ്റമർ എനിക്ക് അവരുടെ അടുത്ത് ഒരു അതിര് വിട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് ഭയങ്കര ഒഫെൻസീവായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ പെട്ടെന്ന് മുഖമെല്ലാം മാറി. അത് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. ഐ ഓൾവേസ് ടെൽ ഇറ്റ് ടു കിഡ്സ് ജസ്റ്റ്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് ജോക്ക്, ഇത് തമാശയല്ല. അതായത് നിങ്ങൾ പറയുന്നത് വലിയൊരു സംഭവം. അതായത് എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞത് ഞാനിത് അറിഞ്ഞേ പറ്റൂ. അവർക്കത് നോർമലാ. അവർ പലയിടത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാ, മനസ്സിലായോ? ഇതേ സെയിം സംഭവം അപ്പോഴേ ടോൺ മാറ്റി. എന്താ പറയുന്നേ? യു ഷുഡ് നോ പഞ്ചാബി. വേറൊന്നുമല്ല, മോന്റെ പേരെന്തുവാ അല്ലെങ്കിൽ അങ്ങനത്തെ കുസൃതി ചോദ്യങ്ങളോ അങ്ങനെയൊന്നും. സോ ഷീ സേസ് ദ സെയിം തിങ് ടു എവരിവൺ. എക്സാക്ട്ലി.
അവരവിടെ ആ ഒരു പോയിന്റ് എത്തിയപ്പം എങ്ങനെയാ സ്റ്റോറി പോയ അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരാകെ എംബാരസ്ഡ് ആയിപ്പോയി അവിടെ. കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവര് പറഞ്ഞത് തെറ്റാണെന്നും അവരങ്ങനെ പറയാൻ പാടില്ലെന്നും മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അവരാകെ എംബാരസ്ഡ് ആയിട്ട് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞ, തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇത് ജോക്കല്ല, ഇത് നിങ്ങൾ അല്ല, അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് അത് വിട്, നിങ്ങൾ വന്ന കാര്യം പറ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് അവരെന്തോ അവരുടെ വോയിസ് മെയിലിൽ എന്തോ പ്രശ്നമുണ്ട്, അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമോ, കാരണം എൻ്റെ പരിധി വിട്ടുള്ള പ്രശ്നമാണ്, കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യണം, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റോർ വിട്ട് പോയാൽ മതി എന്നായി. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കുക, പോവുക. ഞാൻ ഈ സൊല്യൂഷൻ നീ പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ നീ ഇങ്ങനെ തിരിച്ചു പറഞ്ഞപ്പോൾ അവര് നിന്റെ അടുത്ത് അയ്യോ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ പകരം നിന്റെ അടുത്ത് അവര് എന്താ പറയുക ഇങ്ങോട്ട് ചാടി കളിക്കാൻ വന്നായിരുന്നെങ്കിൽ നീ ഈ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കില്ലായിരിക്കുമല്ലോ ചിലപ്പോൾ. അവിടെ ഒരു ചോദ്യം പോലും ഉണ്ടാവത്തില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ വന്ന കാര്യം പറയാന്നുള്ള ചോദ്യം പോലും ഉണ്ടാവത്തില്ലായിരുന്നു. അവിടെ പൂർണ്ണമായിട്ടും എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. അവർക്ക് അവിടെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അവർക്കും അറിയാം. പക്ഷെ അവര് ബിഹേവ് ചെയ്തത് നിന്റെ അടുത്ത് തിരിച്ച്, അതായത് ഇങ്ങനെ നിന്റെ അടുത്ത് ഞാൻ തമാശ പറഞ്ഞല്ലാതെ പകരം നിന്റെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് ചൂടാവുമായിരുന്നു ഓർത്തോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീ എന്ത് വർത്താനം പറയുന്നേ എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചെങ്കിൽ ഇപ്പൊ ഉണ്ടാവുന്ന റിസൾട്ട്. ഇപ്പൊ ഞാൻ പല ആൾക്കാരുമായിട്ട് അവിടെ ഇതേ സെയിം, അതായത് എനിക്ക് മുമ്പ് ഇതേ കണക്കത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് പല ആൾക്കാരും അവിടെ താമസിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല, പേര് ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നാ മെജോറിറ്റി. അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഭാഷ അറിയണം, അത് അറിഞ്ഞിരിക്കണമെന്നാണ് അവരുടെ ഒരു ഇത്. കറക്റ്റ്. അതില് എന്ത് ഒരു ഇതാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് നോട്ട് their country, right? No, even if they are like becoming citizen, that means this is their country. പക്ഷേ no, they are becoming citizen of ഞാൻ ഇങ്ങനെ country. അവരുടെ കൺട്രി ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ. if you are going to another country, ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൺട്രിയിലെ ഗസ്റ്റാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും ആ വീട്ടിലെ കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യും, ആ വീട്ടിലുള്ള ആൾക്കാരെ ബഹുമാനിക്കും, അവരെന്താണോ ചെയ്യുന്നത് അതിനെ എതിർക്കാതെ ഞാൻ അങ്ങോട്ട് ചെന്ന ഗസ്റ്റാ, മനസ്സിലായോ? ആതിഥ്യ മര്യാദ കാണിക്കും. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഇത്. അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് നീ എൻ്റെ ഭാഷ പഠിക്കണം, ഞാൻ സംസാരിക്കുന്ന ഇതാണ്, അതുകൊണ്ട് നിങ്ങളും അത് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? അത് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമില്ല, മനസ്സിലായോ? കറക്റ്റ്, നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. പുള്ളിക്കാരി അവിടെ ഇങ്ങനെ, അതായത് ഒരു എന്താ ഹമ്പിൾ അല്ല, അപ്പൊ പുള്ളിക്കാരി നൈസായിട്ട് ഇത് തമാശയല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഡിഫെൻസീവ് അല്ലാത്ത നിന്നത് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ തെറ്റ് പുള്ളിക്കാരിക്ക് മനസ്സിലായി, പക്ഷെ തെറ്റ് പറ്റിപ്പോയെന്ന് പറയുന്നത് പോലെ തന്നെ ചെറുതായിട്ട് ഓക്കെ തമാശക്ക് പറഞ്ഞതല്ലേ, ഓൾമോസ്റ്റ് സോറി പോലെ പറഞ്ഞു, റൈറ്റ്? പക്ഷെ അങ്ങനെ ബിഹേവ് ചെയ്തത് കൊണ്ടാണ് ഇവൻച്വലി ആ സൊല്യൂഷൻ പുള്ളിക്കാരിയിലേക്ക് നിനക്ക് എത്തിക്കാൻ പറ്റിയത്. അതെ, റൈറ്റ്. ഇവിടെ ഈ പറയുന്ന മനുഷ്യനും അനിൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഈ ആൾ ആദ്യം തന്നെ എണീറ്റിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ചേട്ടാ ഞങ്ങൾ അങ്ങനെ പേഴ്സണലായിട്ട് ഉദ്ദേശിച്ചതല്ല, ഞാനിങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു അനാളജി പോലെ പറഞ്ഞതാണ് ചേട്ടനത്. അതിന് പകരം പുള്ളി എനിക്ക് തോന്നി ഇതാന്ന് തോന്നുന്നു പറഞ്ഞു. അതായത് പുള്ളി പറഞ്ഞു ഞാൻ നിങ്ങളെയാണോ വിളിച്ചത്, നിങ്ങളെ ഓൾറെഡി പൈസ കിട്ടിയിട്ടാണ് ഞാനിവിടെ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പം റാദർ ദാൻ സേയിങ് ദാറ്റ്, ഇഫ് ഹീ സെഡ് സംതിങ് സിമിലർ ടു വാട്ട് സ്പെൻസൺ സെഡ്, ലൈക്ക് അതങ്ങനെ അല്ല, ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ്, അല്ല നിങ്ങളെ പേഴ്സണലായിട്ട് ഇതാക്കാനല്ല പറഞ്ഞത്. ആ മനോഭാവം, അതായത് കുറച്ച് ഹമ്പിളായിട്ട്. ഞാൻ അതിലേക്ക് ഒരു പോയിന്റ് ഇട്ട്, ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. അവിടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ബിസിനസ് ആൾക്കാരാണ്. ലൈക്ക് they want to either they are like very experienced in business, വർഷങ്ങളായിട്ട് they want to scale up their businesses.
സോ ഇയാൾ ഇവിടെ വന്ന് കൊടുക്കുന്ന ബിസിനസ്സിലേക്കുള്ള കോച്ചിങ്. ബേസിക്കലി ഹീ ഈസ് ട്രൈങ് ടു ബിൽഡ് ദാറ്റ് മെൻറ്റാലിറ്റി ഇൻ ബിസിനസ് മാൻ. ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി, യുനോ മേ ബി നോട്ട് ഗിവ്സ് എ ഫക്ക്, അങ്ങനത്തെ ഒരു തരം സ്ട്രോങ് മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോബ്ലി. സോ ആസ് എ ബിസിനസ് മാൻ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് വേണം. എല്ലാ പ്രൊഫഷനും അതിൻ്റേതായ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് വേണം. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ട് എവർ കസ്റ്റമർ സേസ് ഇസ് റൈറ്റ്, ഓർ ലൈക്ക് എന്താ പറയുക, കസ്റ്റമർ ഈസ് ദ കിങ്, വാട്ട് എവർ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് വിൽക്കാനാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അവിടെ ഇപ്പോൾ ഇതേപോലെ ഒരു കസ്റ്റമറാണ് വന്ന് തെറി വിളിക്കുന്ന പോലെ, ഇപ്പോൾ തെറിയല്ല, ഇപ്പം നിൻ്റെ കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് തെറി വിളിക്കുകയാണ്, ഈവൻ ഇഫ് ഇറ്റ്സ് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നീ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നൊരു കസ്റ്റമറാണ്, അവിടെ നീ എങ്ങനെ പെരുമാറും? നിൻ്റെ ഈഗോ മുന്നിൽ വെച്ചുകൊണ്ട് നീ എന്നെ തെറി വിളിച്ചു, എനിക്ക് നിൻ്റെ കച്ചവടം വേണ്ട എന്ന് പറഞ്ഞു വിടുമോ? അതോ നിങ്ങളാണ് ശരി, ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം, നമുക്കതൊരു അല്ല ഞാൻ ഇപ്പം ഇതിൽ ഞാൻ ഇത് പറഞ്ഞുതരാം, ഭാഷ പറഞ്ഞതിൻ്റെ ഇത് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് അനിൽ ബാലകൃഷ്ണൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തേ. അനിൽ ബാലകൃഷ്ണൻ്റെ 2 മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അയാൾ ആ റൂം വായിച്ചിട്ട് അവരെ എംപവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തില്ല. 2 ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യേണ്ട രീതിയിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ലായിരുന്നു. ഹി ബിക്കെയിം ഡിഫെൻസീവ് ഇൻസ്റ്റെഡ് ഓഫ് അപ്പോളജൈസിങ്. അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷൻ ഡി എസ്കലേറ്റ് ചെയ്യുന്നതിന് പകരം പുള്ളി അത് എസ്കലേറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ പരിപാടി തീർന്നു. ഇനി ആശാൻ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതിൻ്റെ സദസ്സിലിരിക്കുന്ന ആൾക്കാർ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇയാളുടെ പരിപാടി ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ബട്ട് ലെറ്റ്സ് നമ്മളത് ഈഗോ ആയിട്ട് എടുക്കാണ്ട് അയാൾക്ക് പറയാനുള്ളത് മൊത്തം കേട്ട് നോക്കാം. ചിലപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നത്. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ ഈ പറയുന്ന മൈനർ പീസസ് ഒന്നും മേ ബി ഇറ്റ് ഡസൻറ്റ് റിയലി. ഇൻ ബിസിനസ് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത്. ഇഫ് യു ആർ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ, ഈ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവില്ല. റൈറ്റ്? ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിൽ അയാളുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് പറഞ്ഞു, അത് നമ്മൾ പേഴ്സണലായിട്ട് അവിടെ ഇരിക്കുന്ന ആൾ പേഴ്സണലായിട്ട് എടുത്ത് അയാൾ പറയുന്ന ആ നെഗറ്റീവ് വേർഡ്സിനെ മാത്രം കേട്ടുകൊണ്ട് അത് നമ്മൾ ഈഗോസ്റ്റിക് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന പോലെ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്തത്. അതല്ല, ഇഫ് ദേ സീ പാസ് ദാറ്റ് ആൻഡ് എനിവേ ഹീ ഈസ് എ കോച്ചിങ് ആളല്ലേ, ഇഫ് ഹീ ഈസ് ട്രൈങ് ടു കൺവേ എ മെസ്സേജ് ഓർ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പകരം ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതെന്നെ പേഴ്സണലി എൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യും. അവിടെ വേറെ ഒന്നുമില്ല, അവരുടെ ഈഗോ തന്നെയാണ്. അവർ പറയുന്നത് എന്താ, അവരതിൻ്റെ അകത്ത് പറയുന്ന ഡയലോഗ്, ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ എല്ലാവരും നിങ്ങൾ താഴ്ത്തി പറയാണ്. ഇറ്റ്സ് എ പേഴ്സണൽ അറ്റാക്ക് പോലെയാണ് അവർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. I think it's about the people. I mean, it's the person. Okay? Every individual person. Even he's a good salesman, he's a good coach, but he's not good with these type of things. Like അല്ലടാ, ആശാൻ പറഞ്ഞത് അവനെ പറ്റിയല്ല, like generally. അല്ലല്ല, ആശാൻ പറഞ്ഞത് സദസ്സിലിരിക്കുന്ന ഓഡിയൻസിനെ പറ്റിയാണ്. ഓഡിയൻസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അതായത് ഈ ഓഡിയൻസ് എല്ലാം ബിസിനസ്സുകാരല്ലേ, ഈ ഓഡിയൻസ് ഇല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ബിസിനസ്സുകാരല്ലേ. അവരിവിടെ കോച്ചിങ്ങിന് വന്ന് ഇരിക്കുമ്പോൾ ഇവൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേട്ട് കഴിയുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോൾ അവർക്ക് ഈ മൊത്തം കേട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വാല്യൂ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇംപേഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാണ്ട്, ഇപ്പോൾ ആ മെസ്സേജ് മൊത്തം ഒന്ന് കേട്ട് നോക്കാം, ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് നോക്കാം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളെ 10 തെറി വിളിച്ചിട്ട് ഇവൻ വെറുതെ പോവാന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യമുണ്ട്. പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ, ബട്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പറയാൻ തോന്നത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് അവർക്ക് തന്നെ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ലാക്ക് ഓഫ് സ്ട്രെസ് ടോളറൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഈ പറയുന്ന സംഭവം ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കേടും കൂടിയല്ലേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അവരുടെ കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിൽ. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കാൻ ഉള്ള തുറന്നു മനസ്സില്ലായ്മയല്ലേ അവർ കാണിക്കുന്നത്. ഇപ്പം രണ്ടിടത്തും പ്രശ്നമുണ്ട്. നീ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു എന്നോട്, when we are discussing about this topic, ഒരാൾ the same thing he does that, like ഒരു ഇംഗ്ലീഷുകാരൻ വെള്ളക്കാരൻ ചെയ്യുന്ന
ഹി യൂസ് ദ സെയിം കൈൻഡ് ഓഫ് മെത്തേഡ് ഫോർ ലൈക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇൻസൾട്ട്സ് വരും, പക്ഷേ ഇത് വരും, ബട്ട് ഹി ഇവൻച്വലി ഹീസ് ഗിവിങ് എ കോച്ചിങ്. ഞാൻ ഗ്രാൻഡ് ഗാർഡന്റെ എക്സാമ്പിൾ പറഞ്ഞില്ല, Grand Garden, yeah. അഗ്ലി ഫേസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എക്സാക്ട്ലി. സോ ബേസിക്കലി ഹീസ് ഗിവിങ് എ കോച്ചിങ്. പക്ഷെ അവന്റെ അടുത്ത് ഒരുത്തനും എണീറ്റ് വന്നിട്ട് ഗുണ പറയത്തില്ല. ബട്ട് സി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഓഡിയൻസ് ദർ ഇസ് ഡിഫറൻസ്, because